അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനികളെ, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ പല പല വീടുകളിലും ഇന്ന് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലുമാണ്. ദാരിദ്ര്യം വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ തന്നെ വരുത്തി വെക്കുന്നത് നമ്മുടെ സൂക്ഷ്മക്കുറവിനാൽ ഉണ്ടായിത്തരുന്ന കാര്യങ്ങൾ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അത് നമ്മുടെ ജീവിതങ്ങളിൽ വന്നു ചേരുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടായിത്തീരുന്നതാണ്. ദാരിദ്ര്യം ഒരു പക്ഷേ പരീക്ഷണമായിരിക്കാം, സമ്പന്നതയും പരീക്ഷണവുമാകാം. ഒരു ഘട്ടങ്ങളിലും അള്ളാഹുവിനെ മറക്കരുത്. ദാരിദ്ര്യം ചിലപ്പോൾ നിന്നേതരിലേക്ക് നമ്മൾ നയിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കും. ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ധരിച്ചിരിക്കുന്ന നിലയിൽ വസ്ത്രം തുന്നൽ, പേനിനെ ജീവനോടെ വിടുക, പേനിനെ കരിക്കുക, വിളക്ക് ഊതിക്കെടുത്തൽ, വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കൽ, രാത്രി വീട് അടിച്ചു വാരൽ, അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടൽ, ഉള്ളിയുടെ തൊലി കരിക്കുക, കൊതുക് മൂട്ട പോലുള്ളവയെ കരിക്കുക, അമിതമായി ഉറങ്ങുക, ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നനായി കിടന്നുറങ്ങൽ, ജനാപത്തുകാരനായ നിലയിൽ ഭക്ഷിക്കൽ, ജനാപത്തുകാരിയായിട്ട് ഉച്ചവരെ കുളി പിന്തിക്കുന്ന സ്ത്രീകൾ കാരണത്താൽ പല ദോഷങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനാൽ നിർബന്ധമായ കുളി നിയ്യത്തോടെ ശരീരം മുഴുവൻ വെള്ളം ചേർത്ത് സുബഹി നമസ്കരിക്കാൻ തന്നെ ഖളായിന് മുമ്പ് നിർവഹിക്കുക. ഓർക്കുക, ജനാമത്ത് ഉയർത്തപ്പെടാൻ നിയ്യത്തും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു തവണയായാലും വെള്ളം ചേർക്കലും മാത്രം മതി. ഉരയ്ക്കലും തേക്കലും സോപ്പിടലും മറ്റും പിന്നീടാകാം. ദാരിദ്ര്യം വരുത്തുന്ന കാര്യത്തിൽ ജനാപത്തുകാർ കുളിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് ഒരു കാരണമാണ്. ഉച്ചവരെ കുളി പിന്തിക്കുന്നവൾ കാരണത്താൽ ദാരിദ്ര്യം ഉണ്ടാകുന്നു. ഇനിയെങ്കിലും ജനാപത്ത് കുളി പിന്തിക്കാതിരിക്കുക. വ്യഭിചരിക്കുക, പലിശ ഇടപാട് നടത്തുക, മശായിഖന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കൽ, മാതാപിതാക്കളെ പേരെടുത്ത് വിളിക്കൽ, ചിലന്തിവല വീട്ടിലുണ്ടാവൽ, കാറ്റിനെ ശപിക്കൽ, വിസർജന സ്ഥലത്തേക്ക് വലതുകാൽ മുന്തിച്ച് കയറൽ, പള്ളിയിലേക്ക് ഇടതുകാൽ വെച്ച് കയറൽ, പള്ളിയിൽ നിന്ന് ധൃതിയിൽ പുറത്തേക്ക് പോവൽ, അങ്ങാടിയിലേക്ക് നേരത്തെ പോവലും വൈകി വരലും, പൊട്ടിയ ചീർപ്പുകൊണ്ട് മുടി ചീകൽ, പത്തിരി കഷ്ണങ്ങൾ തുല്യമായത് കുപ്പയിലിടൽ, തുണിക്കഷ്ണങ്ങൾ കൊണ്ട് അടിച്ചു വാരൽ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ, ഇരുന്ന് തലപ്പാവ് ധരിക്കൽ, നിന്ന് പാൻറ് ധരിക്കൽ, പല്ലുകൊണ്ട് നഖം മുറിക്കൽ, നിലത്ത് വീണ ഭക്ഷണ സാധനങ്ങൾ അവഗണിക്കൽ, പിശുക്ക് കാണിക്കൽ, ദുർവ്യയം നടത്തൽ, ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കൽ, വിസർജന സ്ഥലത്ത് നിന്ന് വുളു എടുക്കൽ. ഇത്തരം കാര്യങ്ങൾ ദാരിദ്ര്യമുണ്ടാക്കാൻ കാരണമാകും. ഷർവാണി 1:238. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാരണത്താൽ, നമ്മുടെ വീഴ്ചയാൽ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടായിത്തീരും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പല കാര്യങ്ങളും ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള ദിക്റുകൾ, ദുആകൾ. അതുപോലെ തന്നെ സൂറത്ത് വാക്കിയ ഓതിക്കഴിഞ്ഞാൽ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലമുണ്ടായിത്തീരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ അല്ലാഹു ദീനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും തൗഫീക്ക് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.